അയോധ്യയിൽ പോകാൻ പ്ലാനുള്ളവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹനുമാൻഗഡി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പോയതിന് വിശേഷമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൊട്ട് തൊടൽ ചടങ്ങായിരുന്നു. ഇതിവിടെ കുറേ പേര് ഇതിങ്ങനെ തൊട്ട് തരാനായിട്ട് ഇഷ്ടം പോലെ പേര് നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ വരും. ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തൊട്ട് തരും. അവർക്ക് അതൊരു വരുമാനം, നമുക്കതൊരു സന്തോഷം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് രാജ്ദ്വാർ മന്ദിർ എന്ന് പറയുന്ന മന്ദിറിലേക്കാണ്. ഇതിങ്ങനെ പടികളൊക്കെ കയറിയിട്ട് വേണം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ചുറ്റും കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോയത് ദശരഥ മഹലിലോട്ടാണ്. ഇത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരമാണ്. ഇന്ന് ഇതൊരു ക്ഷേത്രമാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ നമ്മൾ കനകഭവനിലോട്ടാണ് പോയത്. അതായത് സീതാദേവിക്ക് വിവാഹ സമ്മാനമായിട്ട് കൈകേയി നൽകിയതാണ് ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ളൊരു കൊട്ടാരമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ രാം മന്ദിറിലോട്ടാണ് പോയത്. ഫോണ്, വലിയ ബാഗ് ഒന്നും അലൗഡ് അല്ല. ഇതെല്ലാം വെക്കാനായിട്ട് പ്രത്യേകം കൗണ്ടറുകളും ഉണ്ട്. ഉള്ളിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പുതിയ ക്ഷേത്രങ്ങളിൽ. എന്നാലും പണി കഴിഞ്ഞ ആ ഭാഗം ശരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഒരു സ്വർഗത്തിലെത്തിയ പോലത്തെ ഒരു ഫീല്. അങ്ങനത്തെ അത്രയും മനോഹരമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ നടന്നാണ് പോയത്. നടന്നേ പോകാൻ പറ്റൂ. ഇതിനുള്ളിലേക്കൊന്നും വണ്ടികൾ അലൗഡ് അല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.